ഓം ശാന്തി 3/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, അച്ഛന്റേതായി മാറി അച്ഛന്റെ പേരിനെ പ്രശസ്തമാക്കൂ. സമ്പൂർണ്ണ പവിത്രമാകുന്നതിലൂടെയാണ് പേര് പ്രശസ്തമാവുക. നിങ്ങൾ സമ്പൂർണ്ണ മധുരമായും മാറണം. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് ഏത് ചിന്തയാണുള്ളത്? അത് സത്യയുഗത്തിൽ ഉണ്ടാകില്ല. ഉത്തരം: സംഗമയുഗത്തിൽ നിങ്ങൾക്ക് പാവനമാകണമെന്നുള്ള ചിന്തയാണുള്ളത്. ബാബ നിങ്ങളെ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും ചിന്തയില്ലാത്തവരാക്കി മാറ്റി. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ഈ പഴയ ശരീരം സന്തോഷത്തോടെ ഉപേക്ഷിക്കുവാനാണ്. നിങ്ങൾക്കറിയാം, പഴയ വസ്ത്രം അഴിച്ച് പുതിയത് ധരിക്കും. ഓരോ കുട്ടിയും തന്റെ ഹൃദയത്തോട് ചോദിക്കണം, എനിക്ക് എത്ര സന്തോഷമുണ്ട്, ഞാൻ എത്ര സമയം അച്ഛനെ ഓർമ്മിക്കുന്നുണ്ട്. ഓം ശാന്തി. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ മക്കൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. പഠിപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുമുണ്ട്. രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും രഹസ്യമാണ് പഠിപ്പിച്ചു തരുന്നത്. സമ്പൂർണ്ണ സമ്പന്നരായി മാറൂ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ എന്നതാണ് മനസ്സിലാക്കി തരുന്നത്. ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങൾ സമ്പൂർണ്ണ സത്തോ പ്രധാനമായി മാറും. നിങ്ങൾക്കറിയാം, ഈ സമയം സൃഷ്ടി തമോ പ്രധാനമാണ്. സത്തോ പ്രധാന സൃഷ്ടി ആയിരുന്നു. 5000 വർഷങ്ങൾക്കുള്ളിൽ അത് തമോ പ്രധാനമായി മാറി. ഇതാണ് പഴയ ലോകം. എല്ലാവർക്കുമായാണ് പറയുന്നത്. ഇവർ പുതിയ ലോകത്തിലായിരുന്നോ അതോ ശാന്തിധാമത്തിലായിരുന്നുവോ? അച്ഛൻ ആത്മാക്കൾക്ക് തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. അല്ലയോ ആത്മീയ കുട്ടികളെ, നിങ്ങൾ തീർച്ചയായും സത്തോ പ്രധാനമായി മാറണം. അച്ഛനിൽ നിന്ന് തീർച്ചയായും സമ്പത്തെടുക്കണം. നിങ്ങളുടെ അച്ഛനായ എന്നെ തീർച്ചയായും ഓർമ്മിക്കണം. ലൗകിക സന്താനങ്ങളും ഓർമ്മിക്കാറുണ്ട്. വലുതാകും തോറും പരിധിയുള്ള സമ്പത്ത് നേടുന്നതിന് അർഹതയുള്ളവരായി മാറും. നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ കുട്ടികളാണ്. അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ഇപ്പോൾ ഭക്തി മുതലായവ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സർവകലാശാലയാണ് എന്നത് കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കണം. പരിധിയില്ലാത്ത ബുദ്ധി ധാരണ ചെയ്യണം. ഇപ്പോൾ ഈ പഴയ ലോകത്തിന് പരിവർത്തനം ഉണ്ടാകണം. ഇപ്പോൾ ആരാണോ തമോ പ്രധാനമായിരിക്കുന്നത് അവർ സത്തോ പ്രധാനമാകും. കുട്ടികൾക്കറിയാം, ഈ സമയം നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് നേടുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരേ ഒരു ആത്മീയ പിതാവിന്റെ മതമനുസരിച്ച് തന്നെ നടക്കണം. ഈ ആത്മീയ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ് സത്തോ പ്രധാനമായി മാറുന്നത്. പിന്നീട് സത്തോ പ്രധാന ലോകത്തേക്ക് പോകണം. നമ്മൾ ബ്രാഹ്മണരാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാബയുടേതായി മാറി പഠിപ്പ് പഠിക്കുകയാണ്. ഈ പഠിപ്പിനെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഭക്തി വേറിട്ടതാണ്. നിങ്ങൾ ബ്രാഹ്മണരെ അച്ഛൻ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ബാക്കി ഈ ലോകത്തിലെ ആർക്കും ഈ ജ്ഞാനമില്ല. ജ്ഞാനസാഗരനായ അച്ഛൻ ടീച്ചറുമാണ്. അവർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നത് ലോകത്തിലുള്ളവർക്ക് അറിയില്ല. ബാബ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്പർ 1 കാര്യം ഇതാണ്: അച്ഛന്റേതായി മാറി അച്ഛന്റെ പേരിനെ പ്രശസ്തമാക്കുക. സമ്പൂർണ്ണ പവിത്രമായി മാറുക. സമ്പൂർണ്ണ രീതിയിൽ മധുരമായും മാറണം. ഇതാണ് ഈശ്വരീയ വിദ്യ. ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ആ ഉയർന്നതിലും ഉയർന്ന അച്ഛനെ ഓർമ്മിക്കണം.
സെക്കൻഡിന്റെ കാര്യമാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരായിരുന്നു. പിന്നീട് പാർട്ട് അഭിനയിക്കാനായി ഇവിടേക്ക് വന്നു. പുനർജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. നമ്പർ വയസ്സായി നമ്മളിപ്പോൾ 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയാക്കി. ഈ പഠിപ്പിനെയും മനസ്സിലാക്കണം, പാർട്ടിനെയും മനസ്സിലാക്കണം. ഡ്രാമയുടെ രഹസ്യവും ബുദ്ധിയിലുണ്ട്. ഇത് നമ്മുടെ അന്തിമ ജന്മമാണ് എന്നത് അറിയാം. ഇതിൽ ബാബയെ ലഭിച്ചു. എപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കുന്നുവോ അപ്പോൾ പഴയ ലോകം മാറുന്നു. നിങ്ങൾ ഈ പരിധിയില്ലാത്ത നാടകത്തെയും 84 ജന്മങ്ങളെയും ഈ പഠിപ്പിനെയും അറിയുന്നു. 84 ജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പുതിയ ലോകത്തിലേക്ക് പോകും. പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും കാര്യങ്ങളിൽ നിശ്ചയം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലർ ഈ പഠിപ്പിൽ തന്നെ മുഴുകും. നമ്മൾ സതോ പ്രധാനവും പവിത്രവുമായി മാറുകയാണ് എന്നത് ബുദ്ധിയിലുണ്ട്. നമ്മൾ പവിത്രമായി മാറി ഉന്നതി നേടിക്കൊണ്ടിരിക്കും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര ഓർമ്മിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മാവ് പവിത്രമായി മാറും. കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ഡ്രാമയും ഇരിക്കുന്നുണ്ട്. ഇതുമറിയാം, നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണോ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അത് കാണേണ്ടതില്ല. എല്ലാം അവസാനിക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ബാക്കി ആർക്കും ഈ പരിധിയില്ലാത്ത ഡ്രാമയെ അറിയില്ല. നിങ്ങളിപ്പോൾ മുഴുവൻ ചക്രത്തെയും അറിയുന്നു. ബാബ വന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമാക്കി മാറ്റുവാൻ. എങ്ങനെയാണോ 12 മാസങ്ങൾക്ക് ശേഷം ആ പരീക്ഷകൾ നടക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഓർമ്മയുടെ യാത്രയും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. വളരെയധികം കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. പിന്നീട് പക്കായാകുമ്പോൾ ഒന്നും ഓർമ്മയിൽ വരില്ല. ആത്മാവ് തീർത്തും അശരീരിയായാണ് വന്നത്. അശരീരിയായി തന്നെ പോവുകയും വേണം. നിങ്ങൾ മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യരുടെ പാർട്ടിനെ അറിയുന്നു. മനുഷ്യരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നു. കോടിക്കണക്കിനായിരിക്കുന്നു. സത്യയുഗത്തിൽ നമ്മൾ കുറച്ചുപേരെ ഉണ്ടാകൂ. പുനർജന്മങ്ങൾ എടുത്തെടുത്ത് മറ്റ് ധർമ്മങ്ങളും മഠങ്ങളും ശാഖകളും കൊമ്പുകളുമായി വർദ്ധിച്ച് വർദ്ധിച്ച് വൃക്ഷം വളരെ വലുതായി. ആദി സനാതന ദേവീദേവത ധർമ്മം തന്നെ ലോപിച്ചുപോയി. നമ്മൾ തന്നെയാണ് ദേവീദേവതാ ധർമ്മത്തിലുണ്ടായിരുന്നത്, സതോ പ്രധാനമായിരുന്നത്. ഇപ്പോൾ ആ ധർമ്മം തന്നെ തമോ പ്രധാനമായി മാറി. ഇപ്പോൾ വീണ്ടും സതോ പ്രധാനമാകണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. എത്രത്തോളം പഠിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവരുടെ മംഗളമുണ്ടാകും. വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം. വിമാനത്തിലൂടെ നോട്ടീസ് വിതരണം ചെയ്യണം. അതിലും ഇത് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ഭക്തി ചെയ്തു വന്നു. ഗീത പഠിക്കുന്നതും ഭക്തിയാണ്. ഗീത പഠിക്കുന്നതിലൂടെ മനുഷ്യൻ ദേവതയായി മാറില്ല. ഡ്രാമ അനുസരിച്ച് എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ മാത്രമാണ് സതോ പ്രധാനമായി മാറുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നത്. പിന്നീട് സതോ പ്രധാന പദവി ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ പഠിപ്പിലൂടെ നമ്മൾ ഇതാവുകയാണ്. ഇത് ഈശ്വരീയ പാഠശാലയാണ്. ഭഗവാൻ പഠിപ്പിച്ച് നിങ്ങളെ നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റുകയാണ്. നമ്മൾ സതോ പ്രധാനമായിരുന്നപ്പോൾ സ്വർഗത്തിലായിരുന്നു. തമോ പ്രധാനമായപ്പോൾ നരകമാണ്. വീണ്ടും ചക്രം കറങ്ങണം.
ബാബ തന്നെയാണ് വന്ന് മനുഷ്യനിൽ നിന്ന് ദേവത വിശ്വത്തിന്റെ അധികാരി ആക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത്. ബാബയെ ഓർമ്മിക്കണം, പിന്നെ ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം. വഴക്കിടുകയും അടികൂടുകയും അരുത്. നിങ്ങളും അതായി തന്നെ മാറണം. നിങ്ങളും ഇതുപോലെ സമ്പൂർണവും സമ്പന്നവുമായിരുന്നു. വീണ്ടും ശ്രീമതത്തിലൂടെ അതുപോലെ ആകണം. എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട്, എനിക്ക് എത്രത്തോളം നിശ്ചയമുണ്ട് എന്നത് സ്വയത്തോട് ചോദിക്കണം. ഇത് മുഴുവൻ ദിവസവും ഓർമ്മ വേണം. പക്ഷെ മായ ഇങ്ങനെയാണ്, അത് മറവെപ്പിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയോടൊപ്പം വിശ്വസേവകരാണ്. മുമ്പ് നിങ്ങൾ പരിധിയുള്ള പഠിപ്പാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത പഠിപ്പ് പഠിക്കുകയാണ്. ഇത് പഴയ ശരീരമാണ്. അതിന്റെ സമയമാകുമ്പോൾ ഉപേക്ഷിക്കണം. അത് സ്വയം തന്നെ ഇല്ലാതാകില്ല. നമുക്ക് സന്തോഷത്തോടെ ഈ ശരീരം ഉപേക്ഷിക്കണം. ഈ സമയത്ത് പഴയ മോശമായ ശരീരത്തെ ഉപേക്ഷിച്ച് പഴയ ലോകത്തെയും ഉപേക്ഷിച്ച് സന്തോഷത്തോടെ പോവുകയാണ്. ഏതെങ്കിലും ആഘോഷ ദിവസമാണെങ്കിൽ സന്തോഷത്തോടെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാറില്ലേ? ഇവിടെ നിങ്ങൾക്കറിയാം, നമുക്ക് പുതിയ ലോകത്തിൽ പുതിയ ശരീരം ലഭിക്കും. നമുക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അത് പാവനമാകണം എന്നതാണ്. ബാക്കി എല്ലാ ചിന്തയിൽ നിന്നും നമ്മൾ മുക്തമായി. ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. പിന്നെ എന്തിനെക്കുറിച്ചാണ് ചിന്ത വയ്ക്കേണ്ടത്? പകുതി കൽപ്പം നമ്മൾ ഭക്തി മാർഗത്തിൽ വിഷമിച്ചുകൊണ്ടിരുന്നു. ഇനി പകുതി കൽപ്പം ഒരു ചിന്തയും ഇല്ലാതിരിക്കും. ഇനി ബാക്കിയായി കുറച്ചു സമയമേ ഉള്ളൂ. പാവനമാകണം എന്ന ചിന്ത മാത്രം കുറച്ചുണ്ട്. പിന്നീട് ഒരു ചിന്തയും ഉണ്ടാകില്ല. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. സതയുഗത്തിലാണ് സുഖം, കലിയുഗത്തിൽ ദുഃഖമാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, നിങ്ങൾ സത്യയുഗമാകുന്ന സുഖധാമത്തിൽ വസിക്കുന്നവരാണോ അതോ ദുഃഖധാമത്തിൽ വസിക്കുന്നവരാണോ? നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ തീർച്ചയായും പറയും, ഇപ്പോൾ ദുഃഖധാമവാസിയാണെന്ന്. വളരെ സ്നേഹത്തോടെ ചോദിക്കണം. അവർക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ എവിടെയാണ് വസിക്കുന്നത് എന്ന്. ഇവരുടെ ചോദ്യം ചോദിക്കുന്ന യുക്തി വളരെ നല്ലതാണ് എന്നവർ പറയും. എത്ര വലിയ ആളുമാകട്ടെ, ധനവാനായിക്കൊള്ളട്ടെ, പക്ഷെ നരകവാസിയല്ലേ? സ്വർഗമെന്ന് പുതിയ ലോകത്തെയാണ് പറയുന്നത്. ഇപ്പോൾ കലിയുഗമാണ്, പഴയ ലോകമാണ്. ഈ ചോദ്യം വളരെ നല്ലതാണ്. ഏണിപ്പടിയിലും കാര്യങ്ങൾ വ്യക്തമാണ്. നിങ്ങൾ സുഖധാമത്തിലാണോ അതോ ദുഃഖധാമത്തിലാണോ? ഇത് സ്വർഗമാണോ അതോ നരകമാണോ? ദൈവികമാണോ അതോ ആസുരീയമാണോ? ഇത് ചോദിക്കണം. തീർച്ചയായും സത്യയുഗത്തെ ദൈവിക ലോകം എന്നാണ് പറയുന്നത്. കലിയുഗത്തെ ആസുരീയ ലോകം, നരകം എന്നും പറയുന്നു. അതുകൊണ്ട് ചോദിക്കണം, സത്യയുഗമാകുന്ന ദൈവിക ലോകത്തിൽ വസിക്കുന്നവരാണോ അതോ കലിയുഗ ആസുരീയ ലോകത്തിൽ വസിക്കുന്നവരാണോ? എത്ര തന്നെ ധനവാനായിക്കൊള്ളട്ടെ, പക്ഷെ എവിടെ വസിക്കുന്നവരാണ്? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്. മുമ്പ് ഈ കാര്യങ്ങൾ ചിന്തയിൽ പോലും വന്നിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സംഗമവാസികളാണ്. ആരാണോ കലിയുഗത്തിലുള്ളത് അവർ പതീത നരകവാസികളാണ്. പിന്നീട് പാവനമായി മാറണം. അതുകൊണ്ടാണ് വിളിക്കുന്നത്, അല്ലയോ പതീത പാവന, വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. ഇതും മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ അടുത്തേക്ക് എത്ര ആളുകളാണ് വരുന്നത്? പക്ഷെ അതിലും കോടിയിൽ ചിലരെ മനസ്സിലാക്കൂ. ഞാൻ എന്താണോ, എങ്ങനെയാണോ, എന്താണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് വിരളം പേരെ നടക്കൂ.
പ്രഭാതത്തിൽ ചുറ്റിക്കറങ്ങുമ്പോഴും ഇത് തന്നെ മനസ്സിലാക്കി കൊടുക്കൂ, നമ്മൾ ഈ പഠിപ്പിലൂടെ സ്വർഗവാസിയാവുകയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം, കലിയുഗം. ഈ ചക്രം കറങ്ങുമല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. നിങ്ങൾ വീണ്ടും സുഖധാമം, ശാന്തിധാമത്തിന്റെ അധികാരി ആവുകയാണ്. സുഖധാമത്തിൽ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടാകില്ല. അഥവാ പൂർണമായി പഠിക്കുന്നില്ലെങ്കിൽ പദവിയും കുറഞ്ഞു പോകും. ഇത് പൊതുവായ കാര്യമാണ്. അതിനാൽ പരിധിയില്ലാത്ത പഠിപ്പ് പഠിച്ച് പരിധിയില്ലാത്ത സമ്പത്ത് എടുക്കൂ. കേവലം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കണം. വളരെ മധുരമായ ബാബയാണ്. ബാബയുടെ നിർദ്ദേശമാണ് ദേഹസഹിതം ദേഹത്തിന്റെ സർവബന്ധനങ്ങളെയും അവസാനിപ്പിക്കൂ. ആത്മാവ് അവിനാശിയാണ്. ഇപ്പോൾ ശരീരമെടുത്തു, ഇപ്പോൾ ഉപേക്ഷിച്ചു. സമയം എടുക്കുന്നേയില്ല. ഇക്കാലത്ത് ഓരോ ദിവസം തോറും ആളുകൾ തമോപ്രധാനമായി കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ സതോപ്രധാനമായിരുന്നത്, അപ്പോൾ നമുക്ക് വളരെയധികം ആയുസ്സുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആയുസ് ഇപ്പോൾ ചെയ്യുന്ന പുരുഷാർത്ഥത്തിലാണ് വർദ്ധിക്കുന്നത്. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും ആയുസ് വർദ്ധിക്കും. നിങ്ങൾ സതോപ്രധാനമായിരുന്നപ്പോൾ നിങ്ങളുടെ ആയുസ് വളരെ കൂടുതലായിരുന്നു. പിന്നീട് എത്രത്തോളം താഴേക്ക് വന്നോ അതിനനുസരിച്ച് ആയുസ്സും കുറഞ്ഞു. രജോയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആയുസ്സും കുറഞ്ഞു. തമോയിലേക്ക് വന്നപ്പോൾ അതിലും കുറഞ്ഞു. എങ്ങനെയാണോ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് പാത്രം നിറയ്ക്കും തോറും കുറഞ്ഞു വരുന്നത്, അതുപോലെ നിറച്ച് പൂർണമായും നിറയും. പിന്നീടത് പതുക്കെ കാലിയാകും. ഇതിനെ ബാറ്ററിയോടും ഉപമിക്കാം. ഇപ്പോൾ നമ്മൾ സതോപ്രധാനമായി തിരിച്ചു പോവുകയാണ്. പിന്നീട് 84 ജന്മങ്ങൾ എടുക്കും. പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ആരംഭിക്കും. രാവണ രാജ്യത്തിൽ എല്ലാവരെയും നരകവാസി എന്നാണ് പറയുന്നത്. പിന്നാലെ ആരാണോ വരുന്നത് അവർ നരകത്തിൽ തന്നെയാണ് വരിക. നിങ്ങൾ ആദ്യം സ്വർഗത്തിലേക്കാണ് പോവുക. ഇത് അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന ഭക്തിയുടെ ഫലമാണ്. ഇവർ വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ജ്ഞാനവും എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മുഴുവൻ രഹസ്യങ്ങളും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മനുഷ്യർ അനേക പ്രകാരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്ഞാനം നൽകുകയാണ്. അച്ഛൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതുവരെ ഇതൊന്നും അറിയില്ലായിരുന്നു. പാപാത്മാവായി കൊണ്ടേയിരുന്നു. പുണ്യാത്മാവായി മാറുന്നത് എങ്ങനെയാണ്? പിന്നീട് എങ്ങനെയാണ് പാപാത്മാവായി മാറിയത്? ആരാണ് സത്യയുഗത്തിൽ വസിക്കുന്നത്? ആരാണ് കലിയുഗവാസികളാകുന്നത്? ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബയെ പ്രകാശമെന്നും പറയാറുണ്ട്. ബാബയിൽ പ്രകാശമുണ്ട്, ശക്തിയുമുണ്ട്. പ്രകാശം ലഭിക്കുമ്പോൾ ഉണരുന്നു, അപ്പോൾ ശക്തി ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതവും അഭിവൃദ്ധിപ്പെടുന്നു. അവിടെ നിങ്ങളെ കാലിന് ഭക്ഷിക്കാൻ കഴിയില്ല. സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. ദുഃഖത്തിന്റെ ഒരു കാര്യവുമില്ല. കളിക്കുന്നത് പോലെയാണ്. സർപ്പം തന്റെ ചർമ്മം ഊരുന്നത് പോലെയാണ്. നിങ്ങൾ സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെ പാട്ടഭിനയിച്ചു. ഇത് ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ട്. ബാബ നിങ്ങളുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്.
ഇത് നിങ്ങൾ കുട്ടികൾ മാത്രമാണ് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നത്. പുനർജന്മങ്ങളെക്കുറിച്ചും നിങ്ങൾ എത്ര ജന്മങ്ങൾ എടുക്കുന്നു എന്നതും നിങ്ങൾ മനസ്സിലാക്കി. ബ്രാഹ്മണ ധർമ്മത്തിൽ നിങ്ങൾ എത്ര ജന്മം എടുക്കുന്നുണ്ട്? ബ്രാക്കറ്റിൽ 1. ചിലർ 2 3 ജന്മങ്ങളും എടുക്കുന്നുണ്ട്. അഥവാ ആരെങ്കിലും ശരീരം വിടുകയാണെന്ന് കരുതൂ. അവർ ബ്രാഹ്മണ സംസ്കാരവും കൊണ്ടാണ് പോകുന്നത്. സംസ്കാരം ബ്രാഹ്മണന്റേതായതിനാൽ സത്യമായ ബ്രാഹ്മണ കുലത്തിലേക്ക് തന്നെ വീണ്ടും വരും. ബ്രാഹ്മണ കുലത്തിലെ ആത്മാക്കളുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ബ്രാഹ്മണ കുലത്തിലെ സംസ്കാരത്തെ കൊണ്ടുപോകില്ലേ? എന്തെങ്കിലും കണക്കുണ്ടെങ്കിൽ 2 3 ജന്മങ്ങൾ വരെ എടുക്കും. ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുത്തു. ആത്മാവ് ബ്രാഹ്മണ കുലത്തിൽ നിന്നും ദൈവിക കുലത്തിലേക്ക് പോകും. ശരീരത്തിന്റെ കാര്യമേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ അച്ഛന്റേതായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. ഒപ്പം പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങളുമാണ്. രണ്ടാമതായി ഒരു സംബന്ധവും നിങ്ങൾക്കില്ല. പരിധിയില്ലാത്ത അച്ഛന്റേതായി മാറുക എന്നത് ഒരു ചെറിയ കാര്യമാണോ? നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരി ആയിയാണ് മാറുന്നത്. നിങ്ങൾ കേവലം നിങ്ങളുടെ വലിയ അച്ഛനെ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങളുടെ തോണി അക്കരെയെത്തും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയം തന്നോട് തന്നെ ചോദിക്കണം. 1. എനിക്ക് എത്രത്തോളം സന്തോഷമായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട്? 2. സർവഗുണ സമ്പന്നരായിരുന്നു, ഇപ്പോൾ ശ്രീമതമനുസരിച്ച് വീണ്ടും ആയി മാറണം. ഈ നിശ്ചയം എത്രത്തോളമുണ്ട്? 3. ഞാൻ എത്രത്തോളം സത്തോപ്രധാനമായി മാറി? എനിക്ക് രാത്രിയും പകലും സത്തോപ്രധാനമായി, അതായത് പാവനമായി മാറുന്നതിനുള്ള ചിന്തയുണ്ടോ? 2. പരിധിയില്ലാത്ത അച്ഛനോടൊപ്പം വിശ്വസേവനം ചെയ്യണം. പരിധിയില്ലാത്ത പഠിപ്പ് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ദേഹസഹിതം എന്തെല്ലാം ബന്ധനങ്ങളുണ്ടോ അതിനെയെല്ലാം അച്ഛന്റെ ഓർമ്മയിലിരുന്ന് അവസാനിപ്പിക്കണം. വരദാനം: അധികാരി സ്മൃതിയിലൂടെ മന്മനാഭവയുടെ സ്ഥിതി ഉണ്ടാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. സദാ ഈ സ്മൃതി പ്രത്യക്ഷ രൂപത്തിലുണ്ടാകണം. ഞാൻ ആത്മാവ്, ചെയ്യിക്കുന്ന ആളാണ്, അധികാരിയാണ്, വിശേഷാത്മാവ്, മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പോൾ ഈ അധികാരത്വത്തിന്റെ സ്മൃതിയിലൂടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും സ്വന്തം നിയന്ത്രണത്തിലായിരിക്കും. ഞാൻ വേറിട്ടതാണ്, അധികാരിയാണ്. ഈ സ്മൃതിയിലൂടെ മന്മനാഭവയുടെ സ്ഥിതി സഹജമായി ഉണ്ടാകും. ഇതേ നിർമോഹത്വത്തിന്റെ അഭ്യാസം കർമാതീതമാക്കി മാറ്റും. സ്ലോഗൻ: നിന്ദ അല്ലെങ്കിൽ ശല്യത്തെ സഹിക്കുക, ഉള്ളിലൊതുക്കുക എന്നതിനർത്ഥം തന്റെ രാജധാനി നിശ്ചിതമാക്കുക എന്നതാണ്. അവ്യക്തി സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സൈലൻസ് എന്നാൽ ശാന്തസ്വരൂപ ആത്മാവ് ഏകാന്തതയിൽ കഴിയുമ്പോൾ, മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ, അതേ ഏകാഗ്രതയിലൂടെ വിശേഷ 2 ശക്തികൾ പ്രാപ്തമാകുന്നു. ഒന്ന് തിരിച്ചറിയുവാനും രണ്ടാമത് നിർണയിക്കുവാനും. ഇതേ 2 വിശേഷ ശക്തികൾ വ്യവഹാരത്തിലും പരമാർത്ഥത്തിലും രണ്ടിലും സർവ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുന്നു. ഇതിലൂടെ സഹജമായി തന്നെ ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതി ഉണ്ടാകുന്നു. ഓം ശാന്തി.